ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ സോഫ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ, പണ്ട് കാലത്തൊക്കെ നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ കഴിക്കില്ലേ, അതുപോലെ നമുക്കിഷ്ടപ്പെടുന്ന ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ആദ്യം തന്നെ നമുക്കിതിന് വേണ്ടിയിട്ട് ജാഗറി എടുക്കാം. ഞാൻ 125 ml കപ്പിൽ ഒരു ഫുൾ ഭാഗവും അതുപോലെ തന്നെ അതിൻ്റെ പകുതി ഭാഗവും ജാഗറി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് നമുക്ക് അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് ശർക്കര പാനിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിത് പാനിയാക്കി എടുത്തിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കെന്തോന്ന് നന്നായിട്ട് തണുക്കാനായിട്ട് അനുവദിക്കുക. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഒരു അരിപ്പയിൽ വെച്ചിട്ട് നന്നായിട്ട് അതൊന്ന് അരിച്ചെടുക്കാം. അരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ശർക്കരയിൽ മണ്ണോ കല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടാനാണ്. ഈ ശർക്കര പാനിയാണ് നമ്മൾ അരി അരച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ എടുക്കുന്നതായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്കിവിടെ അരി എന്ന് പറയുന്നത് 2 മണിക്കൂർ നേരം ഞാനിത് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത് 230 മില്ലി കപ്പിൽ 2 കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്ന് കഴുകി വൃത്തിയാക്കിയതാണ്. അത് നമുക്കൊരു ജാറിലേക്ക് മാറ്റാം. അതിലേക്ക് നമുക്ക് ആവശ്യമായ നമ്മൾ എടുത്തു വെച്ചിരുന്ന ശർക്കര പാനിയും കൂടെ ചേർത്തിട്ട് ഇതുപോലെ തരിയുള്ള രീതിയിൽ നമുക്ക് അത് അരച്ചെടുക്കാം. അപ്പോൾ ഒരു ഫൈൻ പേസ്റ്റായിട്ട് നിങ്ങൾ അരയ്ക്കരുത്, കുറച്ച് തരി വെക്കണം. ഇങ്ങനെ നമ്മൾ സ്പൂൺ കൊണ്ട് കോരി നോക്കുമ്പോൾ തന്നെ നമുക്കതിൽ നമ്മളിങ്ങനെ ഒരു വിരൽ കൊണ്ട് ഒന്നെടുത്ത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും അതിൽ തരി. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആണ് നമ്മൾ അരിച്ചെടുക്കേണ്ടത്. ഇങ്ങനെ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നെയ്യപ്പം നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് അരിച്ചത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള അരിയും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള അരിയും കൂടെ ഞാൻ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ബാക്കി വെച്ചിരുന്ന ശർക്കര പാനിയും കൂടെ ഒഴിച്ചിട്ട് പഴയതുപോലെ തന്നെ കുറച്ച് തരിയോട് കൂടി നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ അരച്ചു വെച്ചിരുന്ന ആ ബാക്കിയുള്ള അതിലേക്ക് നമുക്ക് കൂട്ടിച്ചേർത്ത് അവിടെ നമുക്ക് വയ്ക്കാം. നമ്മുടെ നെയ്യപ്പത്തിന് സോഫ്റ്റ്നെസ് കിട്ടുന്നതിന് വേണ്ടി 125 ml കപ്പിൽ ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല പോലെ കട്ടയൊന്നും വരാത്ത രീതിയിൽ നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് നമ്മൾ അരച്ച് വെച്ചിരുന്ന മാവിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ ചേരുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ നെയ്യപ്പത്തിൻ്റെ മാവ് നന്നായിട്ടിവിടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് കറുത്ത എള്ള് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ എള്ള് എടുത്തിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. അതുകൂടെ നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതുപോലെ ഒരു നുള്ള ഉപ്പും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. കാരണം നമ്മുടെ ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. മാറ്റി വെച്ചിട്ട് ഏകദേശം ഒരു 4 മണിക്കൂറായി. 4 മണിക്കൂർ തൊട്ട് ഒരു 6 മണിക്കൂർ വരെ നിങ്ങൾക്കിത് പുളിപ്പിക്കാനായിട്ട് വെക്കാം. അപ്പം ഞാനൊരു 4 മണിക്കൂറായപ്പോഴേക്കും എടുത്തു. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ വറുത്ത് ചേർക്കണം. അപ്പോൾ ഒരു ചട്ടി വെച്ച് കൊടുക്കുക അടുപ്പത്ത്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. അതിനകത്തേക്ക് നമ്മൾ കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നെയ്യ് എത്ര കൂടിയാലും കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ മാവിലേക്ക് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ബാറ്ററിയിലേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്താലും ഒത്തിരി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കുന്നുണ്ട്. കാര്യം ശ്രദ്ധിക്കണം, ഈ തേങ്ങ വറുത്തെടുക്കാനേ നമ്മുടെ ക്യാഷ്നട്ട് വറുക്കുന്ന പോലെ എളുപ്പം സാധിക്കില്ല, കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊന്ന് വറുത്തെടുക്കും. ഇതിങ്ങനെ ഒരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്കത് തീ ഓഫ് ചെയ്ത് വെക്കാം. അത് പാകമായിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാവിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്കിത് നേരത്തെ വറുത്ത് ചേർത്തിട്ട് നിങ്ങൾക്ക് പുളിപ്പിക്കാനായിട്ട് വെക്കാം. അല്ലാതെ നമ്മൾ ഉണ്ടാക്കാൻ നേരത്ത് തന്നെ ഇത് വറുത്തിട്ട് ചേർക്കാനാണെങ്കിലും കുഴപ്പമില്ല. അത് ഓരോരുത്തരുടെ സൗകര്യാർത്ഥം ചെയ്താലും മതി. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയൊക്കെ കറക്റ്റാണ്. കാരണം നമുക്ക് ദോശ അല്ലെങ്കിൽ ഇഡലി മാവൊക്കെ കോരി ഒഴിക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. ഇനി കുറച്ച് ഏലക്കയും കൂടെ നമുക്ക് ഒരു ഫ്ലേവറിന് പൊടിച്ചിട്ട് കൊടുക്കാം. അതും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ നെയ്യപ്പത്തിൻ്റെ ബാറ്ററി ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കാം.
അതിനുവേണ്ടി അടുപ്പത്തിലേക്ക് ഒരു ചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. കോക്കനട്ട് ഓയിൽ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. കുറച്ചുകൂടെ അത് ദീർഘകാലം എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ കുറച്ച് ദിവസത്തേക്ക് അത് നമുക്ക് ഒന്ന് കേടാവാതെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ എണ്ണ നന്നായിട്ട് തിളച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ഒരു കയ്യിൽ അതൊന്ന് കോരി ഒഴിച്ചു കൊടുക്കാം. കോരി ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും അത് താഴെയായിരിക്കും കാണുക. പക്ഷേ അതൊന്ന് നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ആ താഴെയിൽ നമ്മൾ ഒഴിച്ചിരുന്ന ആ നെയ്യപ്പം നേരെ മുകളിലേക്ക് പൊങ്ങി വരും. ഇനി അതിൻ്റെ മൂപ്പനുസരിച്ച് നമുക്കൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് എന്താ പറയുക, 2-3 പ്രാവശ്യം മറിച്ച് ഇപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ച് നോക്കിയിട്ട് ചെയ്താൽ മതിയായിരിക്കും. കാരണം അതിൻ്റെ മൂപ്പ് അനുസരിച്ച് വേണം നമ്മളത് എടുക്കാൻ. ഒത്തിരി അങ്ങോട്ടും മൂത്ത് പോയി കഴിഞ്ഞാൽ കഴിക്കാനായിട്ട് ഭയങ്കര ഹാർഡായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് കിട്ടുന്ന രീതിയിൽ നമുക്കതൊന്ന്, ഇപ്പോൾ ഏകദേശം ഇത് പാകമായിട്ടുണ്ട്. ഈ ഒരു എന്താ പറയുക, ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ തന്നെ നമുക്കത് കോരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ ഓരോ പ്രാവശ്യവും നമ്മുടെ നെയ്യപ്പത്തിൻ്റെ മാവ് കോരി ഒഴിച്ച് കൊടുക്കാം. അത് നമുക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ കണ്ടതുപോലെ തന്നെ അതൊന്ന് വെന്ത് വരുമ്പോൾ ആ താഴേന്ന് തന്നെ അടിയിൽ നിന്ന് വിട്ട് മുകളിലേക്ക് വരും. അപ്പോൾ വീണ്ടും നമുക്കതൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ അത് മുരിഞ്ഞിട്ടില്ലെങ്കിൽ വീണ്ടും നമുക്കതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ച് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഈ റെസിപ്പി ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മടിക്കരുത്. അങ്ങനെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന മാവ് വെച്ചിട്ട് ഞാനെല്ലാം ഓരോന്നായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി മാറ്റുന്നുണ്ട്. ഈ നെയ്യപ്പത്തിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വലിയൊരു ചട്ടിയാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഒരു 1-2 പ്രാവശ്യം കൊണ്ട് നമുക്ക് ഉണ്ടാക്കി കഴിയും. പക്ഷെ നമ്മളൊരു ചെറിയ ചട്ടിയാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ഒത്തിരി സമയം നമുക്ക് അതിന് വേണ്ടി ചിലവാകും. അപ്പോൾ എണ്ണ വെറുതെ വേസ്റ്റായിട്ട് പോകണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാനത് ഒരു ചെറിയ ചട്ടിയിൽ ആവശ്യത്തിന് ഓരോന്നായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ നെയ്യപ്പം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്.